പാഷികേട്ടനെ ഷൂട്ട് ചെയ്ത് പാഷികേട്ടൻ ഒരു ഈച്ചയ്ക്ക് ഒരു ക്ലോസ് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല ക്യാമറ വയ്ക്കുക. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു, പക്ഷെ ഫണ്ണായിരുന്നു. നമുക്ക് എല്ലാവർക്കും പുതിയതായിട്ടുള്ള കാര്യം ഒരുമിച്ച് ചെയ്ത് അത് അച്ചീവ് ചെയ്തപ്പോ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഉണ്ണിമായ ചേച്ചി ഉണ്ടാവുമായിരുന്നു സ്ഥിരം. അപ്പൊ ചേച്ചിയാണ് ഡയലോഗ്സ്, നമുക്ക് ഡയലോഗ്സ് ഉണ്ട്, ഈച്ച സംസാരിക്കും. അപ്പൊ ഫ്രെയിമിന്റെ പുറത്ത് നിന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു ആക്ടർ ഓൺ സ്ക്രീനിൽ നിന്ന് നമ്മളോട് സീൻ ചെയ്യുന്ന അതേ എഫേർട്ട് ഇട്ടിട്ടാ ചേച്ചി ചെയ്യുന്നത്. പ്ലാൻ ഉണ്ടായിരുന്നു. ആസ് എൻ ഫസ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുക, അതിന്റെ റിഫ്ലക്ഷൻസ് ക്ലിയർ ചെയ്യുക, അപ്പൊ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പൊ എന്നാ പിന്നെ അത് വേണ്ട, നമുക്കൊരു ഐഡിയ വെച്ചിട്ട് പോവാം. എയറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാം. ഈ ചിങ്ങനെയൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ ഡയലോഗ് പറയുമ്പോൾ ഇവിടെ മൂവ് ചെയ്തിട്ട് ആ പോയിന്റ് ഈ പോയിന്റിട്ടൊക്കെ പോകുമ്പോൾ എയറിൽ നമ്മൾ പോയിന്റുകൾ ഫിക്സ് ചെയ്യും. അപ്പൊ ഒന്നുമില്ല, ഇപ്പം പാഷികേട്ടനെ ഷൂട്ട് ചെയ്ത് പാഷികേട്ടൻ ഒരു ഈച്ചയ്ക്ക് ഒരു ക്ലോസ് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല ക്യാമറ വയ്ക്കുക. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു, പക്ഷെ ഫണ്ണായിരുന്നു. നമുക്ക് എല്ലാവർക്കും പുതിയതായിട്ടുള്ള കാര്യം ഒരുമിച്ച് ചെയ്ത് അത് അച്ചീവ് ചെയ്തപ്പോ ഭയങ്കര രസമായിരുന്നു. അത് ഭയങ്കര പ്രോസസ് ഭയങ്കര ഫ്രഷ് ആൻഡ് എക്സൈറ്റിംഗ് ആയിരുന്നു. ഡിഫിക്കൽട്ടും ആയിരുന്നു, പക്ഷെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര നല്ല ക്വാളിറ്റിയിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ണിമായ ചേച്ചി ഉണ്ടാവുമായിരുന്നു സ്ഥിരം. അപ്പൊ ചേച്ചിയാണ് ഡയലോഗ്സ്, നമുക്ക് ഡയലോഗ്സ് ഉണ്ട്, ഈച്ച സംസാരിക്കും. അപ്പൊ ഫ്രെയിമിന്റെ പുറത്ത് നിന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു ആക്ടർ ഓൺ സ്ക്രീനിൽ നിന്ന് നമ്മളോട് സീൻ ചെയ്യുന്ന അതേ എഫേർട്ട് ഇട്ടിട്ടാ ചേച്ചി ചെയ്യുന്നത്. അത്രയും ശരിക്കും അഭിനയിക്കുന്ന പോലെ തന്നെ പ്രോപ്പർ ചേച്ചി അത്രയും വർക്ക് എടുത്തിട്ടാ വന്ന് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ ഡയലോഗ് കിട്ടുമ്പോ എന്റെ പെർഫോമൻസ് ഒക്കെ എൻഹാൻസ് ആകും. അത് ഭയങ്കര രസമായിരുന്നു.